നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് ഏത് ഡോക്ടറാ പറഞ്ഞത്? ഡോക്ടറുടെ പേര് ഓർമ്മിക്കുന്നില്ല. പരിശോധിച്ച കടലാസുകൾ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല, കൈ നോക്കിയാ പറഞ്ഞത്. ഓഹോ, അപ്പോഴ് അങ്ങനെ ജോത്സ്യനായിരിക്കും. ആ, അദ്ദേഹം നല്ലൊരു പാമിസ്റ്റമാണ്. ഓഹോ, അതുകൊണ്ടാണോ ജെയിംസ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? ഡോക്ടർമാരൊക്കെ ജ്യോത്സ്യന്മാരുമാണ്. ഡോക്ടറോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞതെല്ലാം ഡോക്ടറോടും തുറന്നു പറയും. മനസ്സിലുള്ളത് തുറന്നു പറയുകയും. നമ്മൾ 3 പേരല്ലേ ഇവിടെ ഉള്ളൂ. മിസ്റ്റർ ജോണി മിസ്റ്റർ ജെയിംസിന്റെ ആത്മസുഹൃത്താണ്. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നോട് എന്തും പറയാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഡോക്ടർക്ക് എന്നെ കുറിച്ച് അറിയാവുന്നത് മാത്രമേ എനിക്കും എന്നെ കുറിച്ച് അറിയാവൂ. അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആ, അതാണ് എനിക്കറിയേണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് അതാണ്. നമുക്കത് കണ്ടുപിടിക്കാം. ഡോക്ടർക്ക് അതിന് കഴിയുമോ? കഴിയണ്ടേ? ഒരു മനഃശാസ്ത്രകാരൻ തീർച്ചയായും അത് അറിയണമല്ലോ. മിസ്റ്റർ ജോണി, ഒരാഴ്ച മിസ്റ്റർ ജെയിംസ് എന്റെ കൂടെ താമസിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ മാനസികമായി എടുത്തു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഞാനൊരു രോഗിയല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡോക്ടർ പറയുന്നത് നീ അനുസരിക്കും. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രയോജനം ഉണ്ടാകും എന്ന് തീരുമാനിച്ചിട്ടാണോ നമ്മളൊക്കെ ഓരോന്ന് ചെയ്യുന്നത്? നമുക്ക് ശ്രമിക്കാം. റിസൾട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതാണ് നല്ലത്. ജെയിംസ് ഒരാഴ്ച ഇവിടെ താമസിക്കട്ടെ. ഞാനും പത്മിനിയും അമ്മയും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ! ചേച്ചി ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ താഴെ മുഴുവൻ കടന്ന് അന്വേഷിക്കുകയായിരുന്നു. നിനക്കെന്താ ഇവിടെ കാര്യം? ചേച്ചി പടമുള്ള പുസ്തകമുണ്ടോ ചേച്ചി? നീ എന്റെ ചോര കെട്ടിപ്പോ. കയ്യിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ. ഞാൻ ഒരെണ്ണം വായിക്കാൻ എടുക്കുകയായിരുന്നു. നിന്റെ ഫോട്ടോ കത്തിച്ചു കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. എപ്പോ വന്നു? ഇന്നലെ. വീട്ടില് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല.
നിങ്ങൾ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഹോട്ടൽ എന്റേതാണ്. ഇപ്പോഴും പഴയതുപോലെ തന്നെ നല്ല പിരിവാണ്. ഇത് ഹോട്ടലല്ല, ആശുപത്രിയാ. നമ്മളൊക്കെ ഇവിടുത്തെ രോഗികളാണ്. നിങ്ങൾക്ക് എന്താണ് സൂക്കേട്? വട്ട്. അയ്യോ, ഭ്രാന്തനാ. എന്നാ ഞാൻ പോവാ. ഭ്രാന്തന്മാർക്ക് സ്വബോധം ഉണ്ടായില്ല. ഇത് സ്വബോധമുള്ള ഭ്രാന്ത, പേടിക്കണ്ട. ഞാനൊരു ചോദ്യം ചോദിച്ചാ ഉത്തരം പറയുമാ? ചോദിക്കേ, അറിയാവുന്നേ പറയാം. ഏറ്റവും സൗന്ദര്യമുള്ള അവയവം ഏതാണ്? വേറൊരു ചോദ്യം, കാമുകിക്കാണോ ഭാര്യയ്ക്കാണോ കൂടുതൽ സ്നേഹം? എനിക്കാണ്. ഞാൻ 4 പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. 4 ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. ആ മുട്ട ഇങ്ങോട്ട് വന്നോ. മൊട്ട ഞാനല്ല, നിന്റെ അപ്പനാണ്. ഇങ്ങനെ ഒരു പ്രേതമുണ്ടോ? എല്ലായിടത്തും ഓടിന. ഇനി അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ പൂട്ടും. ഞാൻ ചെന്നിട്ട് വിവരത്തിന് കത്തയക്കാൻ കേട്ടാ. ഇയാൾ ജെയിംസിന്റെ അടുത്ത് വന്നോ? പാവം, നല്ലൊരു ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. ഇതൊരു ഭ്രാന്താശുപത്രിയാണോ ഡോക്ടർ? അല്ല, ഒരു സാധാരണ നേഴ്സിംഗ് ഹോമാണ്. ആ, ജെയിംസ് ഇരിക്കൂ. എനിക്ക് ചിലതൊക്കെ അറിയണമെന്നുണ്ട്. പറയാവുന്നതാണെങ്കിൽ പറയാം. പുറത്തുള്ളവരോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കാണും. പക്ഷെ അത് ഒരു ഡോക്ടറോട് പറയാവുന്നതാവും. ഡോക്ടർക്ക് എന്താ അറിയേണ്ടത്? വിവാഹത്തിന് നിങ്ങൾ വിസമ്മതിക്കുന്നത് ഏതോ പ്രേമനൈരാശ്യം കൊണ്ടാണെന്ന് ജോണി പറയുന്നു. എന്താ വല്ല വാസ്തവുണ്ടോ? സത്യം വേണ്ട പറയാൻ. അതല്ലേ നല്ലത്. എന്നാ പറയാം. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് മറ്റൊരുത്തന്റെ ഭാര്യയാണ്. അവരെ ഓർത്ത് വേദനിച്ച് ജീവിതം കളയുന്നത് ബുദ്ധിശൂന്യതയല്ലേ? ഞാൻ എന്റെ ജീവിതം കളഞ്ഞിട്ടില്ല. ഈ ഓർമ്മകൾ കൊണ്ട് തന്നെ ഞാൻ സമ്പന്നനാണ്. അതിന്റെ വേദന എനിക്ക് എപ്പോഴും സുഖമാണ്. വേദനയുടെ സുഖമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സുഖം. സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർക്കുന്നത് സുഖമാണ്. പക്ഷേ ശത്രുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ എന്താണ് സുഖം? നിങ്ങൾ കൊടുത്ത സ്നേഹം അവർ തിരിച്ചു തന്നില്ല. കൂടുതൽ പണവും കൂടുതൽ സൗന്ദര്യമുള്ളവനെ കണ്ടപ്പോൾ അവൾ അയാളുടെ പുറകെ പോയി. ആ അവളെ നിങ്ങൾ വെറുക്കാൻ പഠിക്കണം. ഡോക്ടർക്ക് അവളെ അറിയാത്തതുകൊണ്ടാണ്. എനിക്കറിയണമെന്നില്ല. അത്തരമൊരു പെൺകുട്ടിയെ കുറിച്ച് അറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ജെയിംസ് ഒറ്റയ്ക്കൊന്നും മുഷിയില്ലല്ലോ? ഇല്ല, നേരം കാണാൻ എന്റെ കുറപ്പ്. വെരി ഗുഡ്. ഞാൻ പിന്നീട് വരാം.